ഞാൻ കാരണം ഒരു കുടുംബബന്ധം ഫാമിലിയിലെ മെമ്പേഴ്സിനെ റെസ്പെക്ട് ചെയ്യണം. അത് എസ്പെഷ്യലി ഒരു ഫാമിലിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗോഡ് ഫാദർ തന്നെയാണ്. ആ മൂവി കണ്ടവർക്ക് വരെ അറിയാം ഗോഡ് ഫാദറിന്റെ വാല്യൂ എന്താന്ന് പറയാം. ഗോഡ് ഫാദറിന്റെ നമ്മളെ ആയിക്കോട്ടെ, ഞങ്ങള് റിലേഷൻ ആവാതിരിക്കോ, അത് ഞങ്ങളുടെ കാര്യങ്ങളല്ലേ. അന്വേഷിക്കുന്നേ ഇനി സ്ഥിരം പെൺപിള്ളേരുടെ അവസാനത്തെ ഡയലോഗ്. ഈ ഡയലോഗിന് വേണ്ടിയാണ് കാത്തിരുന്നത്. അപ്പൊ കൊണ പറഞ്ഞെന്ന് തന്നെ പറ. അപ്പൊ കൊണ പറഞ്ഞെന്ന് തന്നെ പറഞ്ഞു. ഞങ്ങളുടെ അടുത്ത് കൊണ തന്നെ പറഞ്ഞെന്ന് പറഞ്ഞു. ഹലോ എന്നെ കളയണം, എന്നെ കളയണം. ഇതുവരെ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. നിർത്തേണ്ടവരെ നിർത്തേണ്ട സ്ഥാനത്ത് തന്നെ നിർത്തണമെന്ന് നീ തന്നെയല്ലേ വല്ലവണേം പറഞ്ഞിട്ടുള്ളത്. നീ ഹലോ എന്തുവാ കണ്ണാപ്പി പ്രശ്നം? പ്രശ്നം എന്താ വെച്ചാലാണ് മറ്റു ഒന്ന് നല്ല രീതിയിൽ കൊടുക്കണോ മറ്റേ അന്നത്തെ ഞാൻ അറിയാതെ നിന്റെ നമ്പറാന്ന് പറഞ്ഞ ആ കൊച്ചിനെ വിളിച്ചു കേട്ടോ. ആ ആണല്ലേ. മോനെ എവിടെ നിക്കുന്നടാ? ഞാനിവിടെ സ്റ്റാഫ് സിറ്റി. ആ പോസ്റ്റൽ കോഡ് എന്ന് പറയോ? 3034. മോനെ വരുന്നു കേട്ടോ. അണ്ണു വരുന്നോ? ആ വരാം 3034. 3034. ജോണി കം വിത്ത് മീ. എടാ ഇത് ആരുടെ വണ്ടിയാടാ ഇത്? കണ്ണ ക്യാരി അടി നമുക്ക് മുറുക്കിനോടെ കൊണ്ടിട്ടേ. വേറെ വണ്ടിയുണ്ടോ? അപ്പൊ കണ്ണ എടുത്തോ. കണ്ണ അപ്പൊ ഞാൻ വിളിക്കാം കേട്ടോ. മോനെ പേടിക്കണ്ട കേട്ടോ. കെ വരില്ലേ ഇപ്പൊ? കെയിലൂടെ ഏറ്റവും കൂടുതൽ സ്പീഡുള്ള വണ്ടി പുള്ളി വരട്ടെ. ആ നീലാണോടാ ഇത്? ഇതാരാ ഇത്? ഇതാരാ? ഓ ഫ്രെഡി. ഇതുണ്ട് 3034. ഇങ്ങോട്ട് വിളിച്ചിട്ട് ആരാന്നോ? 3034. ഈ നമ്പർ എവിടെ കിട്ടി? ഇവരെതിരി ഹാക്കേഴ്സ് എന്ന് വിളിക്കുന്നേ. ഇവരെതിരി ഹാക്ക് ചെയ്തിട്ടുണ്ടോ? സിറ്റി കുറച്ച് കൊച്ചുപിള്ളേർ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളെതിരി ഹാക്കേഴ്സ് എന്ന് വിളിക്കുന്നേ? അത് പണ്ട് നമ്മുടെ ഈ അടി കണ്ട് ഇതാരാ വന്നിരിക്കുന്നത്? അടി കണ്ടിട്ടേ ഹാക്കർന്ന് വിളിക്കുവായിരുന്നു. ഹലോ വണ്ടിക്കകത്തോട്ട് കയറ്. ഹലോ കേക്കാവോ? അർജൻസി ആടോ. നമ്പർ കൊടുത്താ കിട്ടി. എന്താ കാര്യം? എന്താ പേര് പറയാ? ഏതൊരു കൊച്ചുകാർക്ക് നമ്പർ കൊടുത്തിട്ടേ മറ്റേ കൊണാന്ന് വിളിച്ചോണ്ടിരിക്കും. എല്ലാവരുടെയും കൂടെ ഫ്രെഡി വേണം. എല്ലാവർക്കും ഒരു ഫ്രെഡി വേണം ജീവിതത്തിൽ. ലോക്ക്ഡൌണോ അൺലോക്ക്ഡൌണോ? ഓ ഹാക്കിട്ട് കാണിച്ചവരെ അടിച്ചിട്ടുണ്ട്. ഫ്രെഡി അതെടുത്തിട്ട് പോയി ലച്ചുവിനെ പിക്ക് ചെയ്തിട്ട് നീ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ടാ ഞാൻ പോയിട്ട് വരാവേ. ഞാൻ വണ്ടി എടുത്ത് പോയി. കുഴപ്പമില്ല. എന്നാ കേറ്. അല്ല എന്നാ കുഴപ്പമില്ല. നിങ്ങൾ ഡിലേ ആക്കില്ലേ? 3034. അല്ല അത് എന്ത് കണ്ണാപ്പി ഉണ്ടല്ലോ ഫ്രണ്ടില്. കൊണ പറഞ്ഞെന്ന് തന്നെ പറ. അപ്പൊ കൊണ പറഞ്ഞെന്ന് തന്നെ പറഞ്ഞു. ഞങ്ങളുടെ അടുത്ത് കൊണ തന്നെ പറഞ്ഞെന്ന് പറഞ്ഞു. ഹലോ ജോണിയാമൻ. ഇതെന്തോടാ കമ്മത്തോ? പുണ്ടേ ഒന്നിങ്ങോട്ടോ. എന്റെ വണ്ടി ഒന്ന് നോക്കട്ടെ. ഞാൻ വണ്ടി ഉണ്ടെന്ന് പറയണ്ട കേട്ടോ. നമ്മളാളോടെ എടാ എന്തുവാടാ പ്രശ്നം ഇതിനകത്ത്? ജോക്കി അന്നത്തെ ഇത് തന്നെ. ജോക്കി എടുത്ത് തലറച്ച് സംസാരിച്ചാല് അതിന്റെ സംസാരമാണ് ഇപ്പൊ നടക്കുന്നത്. ഞാൻ ഏതാ ഒരു ട്രിക്സ് പയ്യരാ അവളെ കൂടെ നടക്കുന്നതിന് അതിനും ഉണ്ട് അത് അടുത്തത്. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് സോൾവ് ആയില്ലേ? ഇല്ല സോൾവ് ആവാൻ അവള് വിട്ടുകൊടുക്കുന്നില്ല. ഇവൻ പറയുന്നത് അവള് വിട്ടുകൊടുക്കുന്നില്ല. തമ്മിലടി. ലാസ്റ്റ് എന്തായി? ഒന്നുമില്ല, തമ്മിലടിച്ചോണ്ടിരിക്കുക. അല്ല ഇത് ജോക്കിയെ ഡിസ്റെസ്പെക്ട് ചെയ്ത ആ കേസല്ലേ? എടാ എന്നെ എന്ത് ഡിസ്റെസ്പെക്ട്? ഞാൻ കാര്യം പറയട്ടെ, എന്താണ് ഇവിടെ പ്രശ്നം? സീരിയസ്ലി അല്ല കുട്ടി പറയുന്നത് പറഞ്ഞാ ജോക്കി ഇങ്ങോട്ടൊരു തമാശ പറഞ്ഞു, ഞാനും തിരിച്ചു പറഞ്ഞു, അത്രയാണ് പറയുന്നത്. അപ്പൊ കണ്ണാപ്പി പറഞ്ഞു നിന്റെ ടോൺ ശരിയല്ലായിരുന്നു. എന്റെ ഗോഡ് ഫാദറിന്റെ അടുത്ത് അങ്ങനെയല്ല സംസാരിക്കേണ്ടത് എന്നുള്ള രീതിയിൽ അടിയായി. സത്യമാണ്, ന്യായമാണ്. അങ്ങനെയാണ് ഈ ജോക്കി വാ അവള് പറയുന്നത് പറഞ്ഞാൽ സംസാരിക്കുന്നൊന്നുമില്ല. ഇത് ഞാൻ ഈസി ആയിട്ട് സോൾവ് ആക്കി. ഞാനൊന്ന് അവള് ഗണ്ണയും ഒക്കെ ചെയ്യുന്നു. ഇവരൊക്കെ എന്ത്? ഞാൻ കാര്യം പറയട്ടെ, ഞാൻ കണ്ടത് വെച്ചിട്ടുള്ള ഏറ്റവും ഊളക്കപ്പിള് ഇവരുടെയാ.
എന്തൊരു ചെയ്യാനാ ജോക്കി. അവനാണെങ്കിൽ അവനെ ട്രിക്സ് എന്ന് പറയുന്ന പയ്യൻ ഏതാ? എനിക്കറിയത്തില്ല ഇതിന്റെ ബെസ്റ്റി എന്നൊക്കെ പറയുന്നു. അറിയാലോ ജോക്കി, ഇന്നത്തെ പിള്ളേരെ കാര്യം ബെസ്റ്റിയും. എടാ പൂണ്ടി നീ നിന്നേ. ഞാൻ ഒരു മാസില് വന്നതാ പാപ്പ. ഇപ്പം മറ്റേ ഇതായിരുന്നു വലിയ കേസ് എന്തോ സോൾവ് ആക്കുമെന്നൊക്കെ നമ്മളോട് പറയും, നമ്മളെ അവോയ്ഡ് ചെയ്തു. എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് ഞാൻ അറിഞ്ഞ ഈ തീട്ട കേസാണ്. ഒരു കാരണവരായിട്ട് ഒരാൾ വേണമെന്ന് പറയാം, അതാ വന്നത്. കാരണവരാ നീയാ? അതെന്താ ചോക്കി? കണ്ട 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 കൊച്ചു ജോണിമാന്ന് വിളിച്ചേട്ടാ. എടാ എന്തുവാടാ കണ്ണാപ്പി ഇതിന്റെ പ്രശ്നം? ഇല്ലണ്ടോ, ഇത് ആള് മനസ്സിലായോ? സമ്മതിക്കുന്നില്ല. ഇവനെ ഞാൻ കൊല്ലും. എടാ അവള് വിളിച്ചിട്ട് അവൻ വന്നെങ്കിൽ അവള് നിന്നോട്ടാ കണ്ണാപ്പി. എന്ത് പ്രശ്നം? ഇവനങ്ങ് ബെസ്റ്റീന്ന് പറഞ്ഞേ. പോടാ, വണ്ടി എടുത്ത് പോടാ. ട്രിക്സ വണ്ടി എടുത്തു. ഇല്ല ഇവിടെ വീണ്ടും അടിച്ചു കൊല്ലും നിന്നെ. വണ്ടി എടുത്ത് പോടാ. ഇറങ്ങിയോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അണ്ണു ഇറങ്ങിയോന്ന് ചോദിച്ചു. അണ്ണു ഇറങ്ങി. അണ്ണു കുറെ നാളായി ഇറങ്ങിയെന്ന് പറഞ്ഞു. കണ്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങാൻ ഭാഗത്ത് കേറിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് കൊണയാണ്. ഡിസ്റെസ്പെക്ട് ചെയ്ത് അണ്ണുവിനോട് മിണ്ടരുത്. അണ്ണു പറയുന്നത് ഇതുവരെ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. നിർത്തേണ്ടവരെ നിർത്തേണ്ട സ്ഥാനത്ത് തന്നെ നിർത്തണമെന്ന് നീ തന്നെയല്ലേ വല്ലവണേ പറഞ്ഞിട്ടുള്ളത്. ആയിക്കോട്ടെ, ഞങ്ങള് റിലേഷൻ ആവാതിരിക്കോ, അത് ഞങ്ങളുടെ കാര്യങ്ങളല്ലേ. അന്വേഷിക്കുന്നേ നീ. സ്ഥിരം പെൺപിള്ളേരുടെ അവസാനത്തെ ഡയലോഗ്. ഈ ഡയലോഗിന് വേണ്ടിയാണ് കാത്തിരുന്നത്. അപ്പൊ ലോറ എനിക്ക് ഇത്ര പറയാനുള്ളൂ ലോറ. പറഞ്ഞോ. എന്റെ ലൈക്ക് ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ട്. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് എന്റെ ഫാമിലിയിലെ അല്ല പറയട്ടെ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ട്. എന്റെ ഫാമിലിയിലെ മെമ്പേഴ്സിനെ റെസ്പെക്ട് ചെയ്യണം. അത് എസ്പെഷ്യലി ഒരു ഫാമിലിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗോഡ് ഫാദർ തന്നെയാണ്. ആ മൂവി കണ്ടവർക്ക് വരെ അറിയാം ഗോഡ് ഫാദറിന്റെ വാല്യൂ എന്താന്ന് പറയാം. ഗോഡ് ഫാദറിന്റെ നമ്മളെ സ്വന്തം അച്ഛന്റെ സ്ഥാനത്ത് തന്നെയാണ് കാണുന്നത് ഗോഡ് ഫാദറിനെ. അപ്പം എന്റെ ഗോഡ് ഫാദറിനെ പറഞ്ഞ ഒരു പെണ്ണിനെ എനിക്ക് വേണ്ട. ഇത്രേ ഉള്ളൂ. നിങ്ങൾ നിക്ക് രണ്ടുപേരും ഇങ്ങോട്ട് നിന്നേ. ഇതൊക്കെ ഇതെന്താ? ഞാനിതൊന്നും ചെയ്തിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. സത്യം ഇത് ആ കൊച്ചിനോട് നമ്മൾ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതിപ്പോ അതാ കൊച്ചു അതല്ല ഇവൻ ഞാനിപ്പോ എന്താ ഇതിനകത്ത് അതല്ല ഏതോ സിനിമ കണ്ടിട്ടുണ്ടോന്നൊക്കെ നീ ഏതാണ് സിനിമയുടെ കാര്യമൊക്കെ പറയുന്നത്? നീ എന്താ അവിടെ പറഞ്ഞു? ഗോഡ് ഫാദർ മൂവി കണ്ടിട്ടില്ല? എന്റെ മനസ്സിൽ വിറ്റോ കൊർലിയോണെയാണ് അണ്ണു അപ്പൊ വന്നത്. നിനക്ക് കേരളത്തിലെ പിള്ളേരെ അറിയത്തില്ലെന്ന് ചോദിച്ചില്ല. വിറ്റോ കൊർലിയോണെ. പിന്നെ നീ ആനപ്പാറ അച്ഛാമ്മ അതാണോ വിചാരിച്ച ഗോഡ് ഫാദർ? അതല്ല, ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ച അണ്ണു വിറ്റോ കൊർലിയോണോ ആയിട്ടാണ്. എടാ ബോബോയ് നിനക്കൊന്നും വയ്യടാ. ആനപ്പാറ അച്ചാമയാ. ആനപ്പാറ അച്ചാമയായിട്ടാണ് വിചാരിച്ചേ. മറ്റേ ഗോഡ് ഫാദർ 500. എടാ 500 ഗോഡ് ഫാദറിൽ 500 ഞാൻ വിറ്റോ കൊർലിയോണോ. ഗോഡ് ഫാദർ ഇതൊക്കെ ഞങ്ങളതാ വിചാരിച്ച ആരംഭം ദ്രുതതാളം കത്തിയല്ലേ കത്തി